ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്ന് എൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയിലാണ്. ഞാനും ഏട്ടനും കുളിയൊക്കെ കഴിഞ്ഞു. ഷാനൂട്ട് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ എന്താ വേഗം ബ്രേക്ക്ഫാസ്റ്റിലുള്ള പരിപാടിയിലാണ്. ഏട്ടൻ ഇന്ന് ലീവ് കിട്ടിയില്ല കേട്ടോ, അപ്പോൾ ഓഫീസ് ഉണ്ട്. അപ്പോൾ ഏട്ടന് ചായയൊക്കെ കുടിച്ചിട്ട് വേണ്ടേ പോകാൻ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചു. എന്നിട്ട് ഇതാ ഷാനൂട്ടിനെയും കുളിപ്പിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഏട്ടൻ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുന്ന സമയം കൊണ്ട് ഞങ്ങൾ എടുത്തതാണ് ഈ വീഡിയോ. ഇന്ന് മകരച്ചൊവ്വയും മകരവിളക്കും ഒക്കെ കൂടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ വരാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മുടെ എട്ടുകാട്ടമ്മയെ കാണാനാണ് കേട്ടോ വന്നത്. അങ്ങനെ അവിടെ വന്ന് തൊഴുത് നെയ്വിളക്കൊക്കെ കത്തിച്ചു, വഴിപാടുകളൊക്കെ കഴിച്ചു. ഞങ്ങളിതാ തൊഴുത് ഇറങ്ങാണ്. ഇന്ന് ജാനുവരി 14 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഫെബ്രുവരി 2 നാൾ വരുന്നത് കേട്ടോ. അപ്പോൾ നാളിന് വന്ന് ശിവക്ഷേത്രത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തൊക്കെ വന്നാലും ശിവക്ഷേത്രത്തിൽ പോയി ബർത്ത്ഡേക്ക് തൊഴുതാൽ എനിക്കൊരു തൃപ്തി വരുള്ളൂ എന്ന് പറയാം കേട്ടോ. ഞാനൊരു ശിവഭക്തി ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇതാ വീട്ടിലെത്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. നല്ലൊരു കോഫി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാലാകെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏട്ടൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. ഏട്ടൻ അതിൽ നിന്ന് പകുതി എനിക്ക് തന്നെ തന്നു കേട്ടോ. അങ്ങനെ ഇതാ കോഫിയും അതുപോലെ പുട്ടും പയറുമായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത്. നമ്മുടെ വൻപയറായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. ഏട്ടന് വലിയ താല്പര്യമില്ല ഈ ഒരു പയറ് കറി, എന്നാലും ആൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഷാനൂട്ടന് ദോശയാണ് കൊടുത്തത്. ഷാനൂട്ടൻ പുട്ട് കഴിക്കത്തേയില്ല. ദോശയുടെ കൂടെ ഇത് ചമ്മന്തിപ്പൊടിയാണെന്ന് ആരും വിചാരിക്കരുത്. ഇത് നമ്മുടെ നട്ട്സ് പൗഡറാണ് കേട്ടോ. ഒരു പാക്കറ്റ് നട്ട്സ് പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കൂട്ടി ദോശ കൊടുത്താൽ അവൻ കഴിച്ചോളും. ഇത് പാലിൽ കലക്കി കൊടുക്കാം. വെറുതെ നമ്മുടെ അവലോസ് പൊടിയൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെയും കഴിക്കാം. നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത്. വെയിറ്റ് ഗെയിനിങ്ങിനും ഒക്കെ നല്ലതാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചു. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പണിക്ക് അടുക്കളയിൽ നിന്നാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഷാനൂട്ടൻ ഒറ്റയ്ക്കില്ല, അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പിച്ചുകൊണ്ടിരിക്കും. പൈപ്പ് തുറന്ന് ഇടുക, അങ്ങനെയൊക്കെ ഒരുപാട് കുരുത്തക്കേട് അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം എന്ത് പണിയാണെങ്കിലും. പിറന്നാളായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ സ്പെഷ്യലാണ് കേട്ടോ. നല്ലൊരു ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ പാൽപ്പായസം, നമ്മുടെ സേമിയ പായസമില്ലേ, അതും ഒക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബിരിയാണിക്കുള്ളതൊക്കെ അരിഞ്ഞു കൂട്ടി അതൊക്കെ റെഡിയാക്കി വെച്ചു. ബീഫൊക്കെ വേവിക്കാനായിട്ട് വെച്ചു. പായസത്തിലേക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് മാറ്റി. ഇനിയിപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട്, നമ്മുടെ റോസ്റ്റഡ് സേമിയ ആയിരുന്നു കേട്ടോ. എന്നാലും ഒന്നും കൂടി നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്നോർത്ത് ഒന്നും കൂടി ഞാൻ നെയ്യൊക്കെ ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തു. പിന്നെ പാലൊഴിച്ചു, പഞ്ചസാര ഇട്ടു. നല്ലോണം നമ്മുടെ സേമിയൊക്കെ വെന്ത് കുറുകി വന്നപ്പോഴേക്കും ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുത്തു കേട്ടോ. മധുരമൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ. നല്ലൊരു പായസം തന്നെ ആയിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ നെയ്യിൽ കശുവണ്ടിയും കിസ്മിസൊക്കെ വറുത്ത് ചേർത്തു. പായസത്തിൻ്റെ ലുക്ക് തന്നെ കണ്ടില്ലേ, കണ്ടിട്ട് ഇങ്ങനെ കോരി കുടിക്കാനായിട്ട് കൊതി വന്നിട്ട് പാടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ ഇല്ലാത്തത് കൊണ്ടിട്ട് ഏട്ടനും കൂടി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെച്ചു. അടുത്തതായിട്ട് നമ്മുടെ ബീഫ് ബിരിയാണിയിലേക്കുള്ള പരിപാടിയിലാണ്. കറണ്ട് ചെറുതായിട്ടൊന്ന് പോയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോസും എടുക്കാത്തത്. ഫോണിലെ ലൈറ്റ് ചെറുതായിട്ട് മങ്ങി തുടങ്ങി, അതായത് ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യില്ല നമ്മുടെ ചാർജ് കുറയും തോറും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉള്ളതൊക്കെ കൊണ്ടിട്ട് 2 ഫോണിൽ മാറിയൊക്കെ ആയിട്ട് വീഡിയോ എടുത്തതാണ്. ചിലത് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചതും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്തു, തക്കാളി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരടുപ്പത്ത് ഞാൻ ചോറ് റെഡിയാക്കുന്നുണ്ട്. അതിലുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വിഗ്ഗിയിലേക്ക് പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഷാനൂട്ടിനെ നോക്കണം, പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ കൂടി കറണ്ടും ഇല്ല. ഒക്കെ കൂടി ആയപ്പോഴേക്കും ആകെ വട്ട് പിടിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. പാത്രമൊക്കെ കഴുകി വെച്ചപ്പോഴേക്കും നമ്മുടെ തക്കാളിക്കുട്ടന്മാരൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിരുന്നു. അപ്പോൾ അതിലേക്ക് ഗരം മസാലയും പിന്നെ കുറച്ച് തൈര്, മല്ലിയില, പുതിനയില അതരിഞ്ഞത്, പിന്നെ വേവിച്ച് വെച്ച ബീഫും കൂടെ തട്ടിക്കൊടുത്തു. ആ വെള്ളത്തോടു കൂടി തന്നെ തട്ടിക്കൊടുത്തു കേട്ടോ. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് ബീഫ് ഒന്നും കൂടി ഒന്ന് കുക്കായി കിട്ടണം. അങ്ങനെ അടച്ചു വെച്ചു. പിന്നെ ബിരിയാണിയിലേക്ക് വറുത്ത് കോരിയിടാനുള്ള നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ റെഡിയാക്കാണ്. സവാളയൊക്കെ അരിഞ്ഞ് അതൊക്കെ റെഡിയാക്കി.
കശുവണ്ടി കിസ്മിസൊക്കെ വറുത്ത് കോരി അപ്പോഴേക്ക് സന്ധ്യയായി. ബിരിയാണിയൊക്കെ റെഡിയാക്കി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലായിടും അടിച്ച് തുടച്ചൊക്കെ വന്നപ്പോഴേക്കും വിളക്കെത്തിക്കാനുള്ള നേരമായി. ഞാൻ എന്താ വിളക്കൊക്കെ കൊളുത്തി. അപ്പോഴേക്ക് ഏട്ടൻ വന്നായിരുന്നു കേട്ടോ. ഏട്ടനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. ഏട്ടൻ വന്നപ്പോൾ നല്ല അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ആയിട്ടാണ് വന്നത്. ഹാപ്പി ബർത്ത്ഡേ ബെറ്റർ ഹാഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ. അങ്ങനെ ഞാനും ഷാനൂട്ടനും കൂടി കേക്ക് മുറിക്കുകയാണ്. ബർത്ത്ഡേ ആരുടെയും ആയിക്കോട്ടെ, കേക്ക് എനിക്ക് മുറിക്കണം എന്നും പറഞ്ഞ് ഷാനൂട്ടൻ മുന്നിലുണ്ടാവും കേട്ടോ. അങ്ങനെ അവനെ എടുത്ത് കേക്കൊക്കെ മുറിച്ചു. ആദ്യത്തെ പീസ് ഷാനൂട്ടൻ എന്നെ കൊടുത്തു, പിന്നെ ഏട്ടനും കൊടുത്തു. ഏട്ടൻ തിരിച്ച് എനിക്കും തന്നു. ബർത്ത്ഡേക്ക് ഇത്തവണ ഗിഫ്റ്റൊന്നും വേണ്ടാന്ന് ഞാൻ ഏട്ടനോട് മുൻകൂട്ടിയേ പറഞ്ഞിരുന്നു കേട്ടോ. സൺഡേ ഏട്ടൻ എന്നെയും കൊണ്ട് പുറത്ത് പോയപ്പോഴേക്കും ഡ്രസ്സ് നോക്കുന്നും പറഞ്ഞ് കുറേ എന്നെ നിർബന്ധിച്ചു. ഞാൻ ട്രൈ ചെയ്തൊക്കെ നോക്കി, പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനായിട്ട് തന്നെ പറഞ്ഞു, വേണ്ട ഏട്ടാ, അപ്പോൾ ഡ്രസ്സിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പോൾ എനിക്ക് ഉണ്ടല്ലോ ഡ്രസ്സ് അത്യാവശ്യത്തിന്, അതുകൊണ്ട് എനിക്ക് വേണ്ട, ഇത്തവണ ഗിഫ്റ്റൊന്നും വേണ്ട എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. വെറുതെ അനാവശ്യമായിട്ട് ക്യാഷ് കളയണ്ടല്ലോ എന്നോർത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിക്കൽ കഴിഞ്ഞപ്പോൾ സർപ്രൈസായിട്ട് ഒരാൾ പുറത്ത് പോയിട്ട് വണ്ടിയുടെ അടുത്തുനിന്ന് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാനായിട്ട് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. വേറൊന്നുമല്ല, നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഷാനുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ സുഭാഷ് പാർക്കിൽ പോയിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ പോലെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട്, അതിൻ്റെ ഒരു നല്ലൊരു പിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും കൂടെ ഒരു ഫോട്ടോ ഫ്രെയിം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഏട്ടനോട് പറയായിരുന്നു, ഒരു ഫോട്ടോ ഫ്രെയിം നമുക്ക് വേണം, എടുത്ത് വെക്കണം എന്നൊക്കെ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഗിഫ്റ്റിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഷാനൂട്ടിന് കേക്കൊക്കെ കൊടുത്തു. അവൻ അതിലെ ക്രീം മാത്രം തോണ്ടി തിന്നിട്ട് ബേസൊക്കെ അവിടെ തന്നെ അങ്ങനെ വെച്ചേക്കും കേട്ടോ. അതിനി കഴിക്കൽ എൻ്റെ പണിയാണ്. അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദം ബിരിയാണി ദം പൊട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറേ കല്ലുമൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ അമ്മിക്കല്ലില്ലേ, അതൊക്കെ എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ ദം ബിരിയാണി ദം പൊട്ടിച്ചെടുക്കുന്നത്. ഞാൻ ബിരിയാണിയിൽ എസൻസ് ചേർക്കൽ കുറവായിരുന്നു, നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഇല്ലേ, പക്ഷേ ഈ ബിരിയാണിയിൽ ഞാൻ ചേർത്തിരുന്നു. ഇപ്പോൾ കുറച്ച് തവണയായിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചേർത്ത് തുടങ്ങി കേട്ടോ. ഒരു തവണ ചേർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തിരി കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. തുറന്നപ്പോൾ തന്നെ ആ ഒരു എസൻസിൻ്റെ സ്മെല്ലായിരുന്നു ആദ്യം അടിച്ചു കയറിയത്. പിന്നെ അടിയിലോട്ട് വന്നപ്പോൾ നമ്മുടെ മസാലയുടെ മണം ഇങ്ങോട്ട് വരാൻ തുടങ്ങി. പൊന്നോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ലൊരു മലപ്പുറം സ്റ്റൈലിൽ അധികം മസാലയൊന്നും ചേർക്കാത്ത, അതായത് പൊടികളൊന്നും ചേർക്കാത്ത നല്ലൊരു ബിരിയാണി. ആ ഒരു ടെക്സ്ചർ എന്ന് നിങ്ങൾ കണ്ടില്ലേ മസാലയുടെ, നല്ലൊരു മണം തന്നെയായിരുന്നു കേട്ടോ. കുറേ നാളുകൾ കൂടിയിട്ട് ഇന്നാണ് ഞങ്ങൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാരണ എപ്പോഴും ചിക്കൻ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, ഫിഷ് ബിരിയാണി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറേ ആയിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും ബീഫ് ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ബീഫ് കൊതിച്ചിയും കൂടിയാണ് കേട്ടോ. ഉച്ചക്കത്തേക്ക് ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. രാത്രിയിലേക്കാണ് ഉണ്ടാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോൾ അതൊരു ഫീലില്ലല്ലോ. ഏട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടാവും, പിന്നെ ആരോ ഉള്ളത്, ഞാനും ഷാനൂട്ടിനും മാത്രം. അതുകൊണ്ട് ഞാൻ സെലിബ്രേഷനൊക്കെ വൈകുന്നേരത്തേനും മതിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഏട്ടനോട്. അങ്ങനെ പായസം ഉണ്ടാക്കിയതും അതും കുടിച്ച് നോക്കി. അടിപൊളി പായസമായിരുന്നു കേട്ടോ. നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഈ ഒരു പായസം കുടിക്കുമ്പോൾ ഒന്നും പറയാനില്ല. ബിരിയാണീൻ്റെ ടേസ്റ്റ് കൊണ്ടിട്ട് ഏട്ടൻ കുത്തി നിറച്ച് ബിരിയാണി കഴിച്ചത് കൊണ്ടിട്ട് പായസം ഇപ്പോൾ വേണ്ട, വയലിൽ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞ് ആൾ കുടിച്ചില്ല കേട്ടോ. പിന്നെ വേഗം തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ബിരിയാണിയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അച്ഛനും അമ്മക്കും കേക്കും പായസവും ബിരിയാണിയൊക്കെ കൊടുക്കാൻ നേരത്തെ വന്നതാണ്. അങ്ങനെ 8 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ ബയ്യ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ബയ്യാനോടും ഏട്ടൻ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഷാനൂട്ടന് ഇനി ഫുഡൊക്കെ കൊടുക്കാനുണ്ട്, അവനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ വന്നപ്പോൾ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ലഡു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല നെയ്യ് ലഡു ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ അതും കഴിച്ചു. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ അടിച്ച് പൊളിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ബായ്.